സൂസൻ മേരിയിലെ മലയാളി കൂട്ടായ്മയായ സു മലയാളി അസോസിയേഷൻ നമ്മൾക്ക് ഇവിടെ പല എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് പ്രശാന്ത്. ഞാൻ സു മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. സുഹൃത്തുക്കളെ, എൻ്റെ പേര് ദീപു. ഞാൻ സു മലയാളി അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഞാൻ ജിൻസ്, സു മലയാളി അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അശ്വതി, ഞാൻ കൾച്ചറൽ കോർഡിനേറ്ററാണ് സു മലയാളി അസോസിയേഷൻ്റെ. സുഹൃത്തുക്കളെ, നമുക്ക് ചോദിക്കാം, സു മലയാളി അസോസിയേഷൻ എന്താണ്? സു മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു മലയാളി കൂട്ടായ്മ 2 കൊല്ലമായി ഇവിടെ സുസുമേരിയിൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാ മലയാളി ഫാമിലീസും സ്റ്റുഡൻസും എല്ലാം ഈ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോൾ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്, രജിസ്റ്റേർഡ് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. നമ്മളിപ്പോൾ ഓൾറെഡി സു മലയാളി അസോസിയേഷനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ഫാമിലി മെമ്പേഴ്സ് അല്ലെ എത്ര പേര് രജിസ്റ്റർ ആയിട്ടുണ്ട് നമ്മുടെ അസോസിയേഷനിൽ? നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ മലയാളി അസോസിയേഷൻ 2 വർഷമായ അസോസിയേഷനാണ്. നമുക്കിപ്പം മലയാളി അസോസിയേഷനിലുള്ളത് 270 മെമ്പേഴ്സാണ്. 270ഓളം മെമ്പേഴ്സ് നമുക്കുണ്ട്. ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സും അല്ലാത്ത മെമ്പേഴ്സുമായിട്ട് 270ഓളം മെമ്പേഴ്സാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ അതിലെല്ലാ പ്രായത്തിലുള്ള, ഇപ്പം അതിനകത്ത് സ്റ്റുഡൻസ് ആണ് അതിൻ്റെ അകത്തൊരു കൂടുതലും എന്ന് പറയുന്നത് ഒരു 70% സ്റ്റുഡൻസ് ആണ് നമ്മുടെ അസോസിയേഷനുള്ളത്. സു മലയാളി അസോസിയേഷൻ എന്തൊക്കെ എൻഹാൻസ്മെന്റ്സ്, ഇനി എന്ത് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തു വന്നിട്ടുള്ളത്? സു മലയാളി അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ 2 വർഷമാവുന്നു. ഈ 2 വർഷത്തിനിടയിൽ നമ്മൾ നിരവധി കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പല പ്രോഗ്രാമുകളും നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ധാരാളം ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. അവിടെ നമ്മൾ എല്ലാ മാസം ഒരു മിനിമം ഒരു 2-3 മാസത്തിനിടയ്ക്ക് നമ്മൾ 1 പ്രോഗ്രാം വെച്ച് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു സ്പെഷ്യൽ ടൈം ആക്ടിവിറ്റിക്കായിട്ട് നമ്മുടെ കൂടെയുള്ള കലാകാരന്മാരുടെ ചെറിയ ഡാൻസുകൾ, പാട്ടുകൾ, അങ്ങനെ വിവിധമായ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിപ്പോഴും തുടർന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം നമ്മളൊന്ന് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പ്ലാനുകളുണ്ട്. അതുകൂടാതെ നമ്മുടെ ഇവിടെ സിറ്റിയുടെ ഈ വരുന്ന 21-ാം തീയതി സിറ്റിയുടെ പ്രോഗ്രാമുണ്ട്. അതിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് 1 മണിക്കൂർ സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ വിവിധമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈയിടെ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യാമ്പിനെ പറ്റി. വളരെ മനോഹരമായിട്ടായിരുന്നു ആ ക്യാമ്പ് ചെയ്തത്. ആ ക്യാമ്പിനെ പറ്റി എക്സ്പ്ലിസിറ്റ്ലി അത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ മാസ്റ്റർ മൈൻഡ്? ആ ക്യാമ്പ് ഒരു കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതായിരുന്നു. കുഞ്ഞു കുട്ടികൾക്കും ഒരുപാട് എന്താ പറയുക, എൻകറേജ്മെൻറ്റ് ആവശ്യമാണല്ലോ. അപ്പോൾ അവർക്കും ആക്ടിവിറ്റീസ് വേണം. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ നമുക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, നമുക്ക് മലയാളത്തിനെ കുറിച്ചും കാര്യം കാനഡയിൽ നമ്മൾ കുറച്ച് ദൂരെ ആണെങ്കിൽ കൂടി അവർക്ക് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ കുറച്ച് ആലോചിച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തിയതാണ്. 2 ദിവസത്തെ ക്യാമ്പായിരുന്നു അത്. കുട്ടികൾ, നമ്മളുടെ മലയാളി ഫാമിലീസ്, ഇവിടെയുള്ള കാനഡയിലുള്ള മലയാളി ഫാമിലീസിലെ കുട്ടികൾ എല്ലാവരും അതിന് പങ്കെടുത്തിരുന്നു. നമുക്കത് വലിയൊരു വിജയമാക്കാൻ കഴിഞ്ഞു. അത് വലിയൊരു സക്സസ് ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ക്യാമ്പ് നടത്തിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അൽഗോമ യൂണിവേഴ്സിറ്റിയോടൊപ്പം ചേർന്നതാണ്. കാരണം അവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരുമായിട്ടൊരു പാർട്ണർഷിപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൂടി സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഒരു ക്യാമ്പ് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയത്. നിങ്ങൾക്ക് സു മലയാളി അസോസിയേഷൻ ഒരു കോർ കമ്മിറ്റി കാണും. ഈ കോർ കമ്മിറ്റിയിൽ എത്ര പേര് കാണും, എത്ര ആൾക്കാരുണ്ട്, എങ്ങനെയാണ് ഇത് സ്മൂത്ത്ലി റൺ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിന് 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണുള്ളത്. അങ്ങനെയാണ് നമ്മൾ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഒരു 18 അംഗങ്ങളുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അപ്പം അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പ്രസിഡന്റ്, പിന്നെ 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്. ഒന്ന് ദീപു, 2 വൈസ് പ്രസിഡന്റുമാർ, പിന്നെ ഒരു ജനറൽ സെക്രട്ടറി, 2 സെക്രട്ടറിമാർ. അതോടൊപ്പം തന്നെ നമുക്ക് 4 വിവിധ കമ്മിറ്റികളുണ്ട്. ഒന്ന് ഒരു കൾച്ചറൽ കമ്മിറ്റി ഉണ്ട്, അശ്വതി ലീഡ് ചെയ്യുന്ന കൾച്ചറൽ കമ്മിറ്റി. അതോടൊപ്പം തന്നെ ഒരു പ്ലേസ്മെന്റ് കമ്മിറ്റി ഉണ്ട്. പിന്നെ ഒരു ന്യൂ കമ്മേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു IT കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 കമ്മിറ്റികളുണ്ട്. അതിനൊക്കെ ഓരോ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഒരു സ്പോർട്സ് കമ്മിറ്റി ഉണ്ട്, 5 കമ്മിറ്റികൾ, ഒരു സ്പോർട്സ് കമ്മിറ്റി ഉണ്ട്. പിന്നെ അതല്ലാതെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലും വരുന്നതെന്ന് പറയുന്നത് ഒന്ന് അൽഗോമ യൂണിവേഴ്സിറ്റി, 2 സൂ കോളേജ്. അപ്പോൾ നമുക്ക് സൂ കോളേജിലും അൽഗോമ യൂണിവേഴ്സിറ്റിയിലും 2 വീതം സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരാണ് നമ്മുടെ സ്റ്റുഡൻസിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ 4 ആളുകൾ സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ് ആയിട്ട് നമുക്കുണ്ട്. അതുകൂടാതെ 4 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സും നമുക്കുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു പുതിയ ആൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്.
എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് നടത്തുന്നത്? ഇതിൽ ഒരു ഫോം ഉണ്ട്, ഒരു ന്യൂ കമർ രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ഓഫ് എൻട്രി ആണ്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളപ്പോൾ തന്നെ അത് നമ്മുടെ കമ്മിറ്റിയിലേക്ക് അത് ഇൻവോൾവ് ആകും. അവർ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു അംഗമായിട്ട് മാറും. അത് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് പുതിയ ആളുകളെ ചേരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗൂഗിൾ ഫോം ഉണ്ട്. അതിന് വേറെ ഫീസുകൾ കാര്യങ്ങളൊന്നുമില്ല. ഗൂഗിൾ ഫോം നമുക്ക് ഫില്ല് ചെയ്താൽ നമ്മുടെ ഒരു ഫോൺ നമ്പറും ഒരു ഇമെയിലും വെച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കൊരു അസോസിയേഷൻ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ നമ്പർ നമുക്ക് കിട്ടിയതിന് ഉടൻ തന്നെ നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അതിലേക്ക് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയ കുറേ കാര്യങ്ങൾ നമ്മൾ ആ ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള നോർക്ക റൂട്ട്സ് ഓതറൈസ് ചെയ്തിരിക്കുന്ന കാനഡയിലെ 2ാമത്തെ അസോസിയേഷനാണ് നമ്മുടെ. വേറെ ആർക്കും കാനഡയിൽ അസോസിയേഷൻ നമ്മൾ 2 പേർക്കാണ്, വേറെ ആർക്കും അസോസിയേഷൻ്റെ ഒരു അഫിലിയേഷൻ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മളൊരു ലീഗലി ചെയ്യുന്ന ഒരു അസോസിയേഷനാണിത്. First of all, congratulations for that wonderful news that you have shared. അതുപോലെ തന്നെ പല ന്യൂ കമർ സ്റ്റുഡൻസ് വരുമ്പോൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവർക്കൊരു വീട്, അല്ലെങ്കിൽ ഒരു ഹൗസിംഗ്, അല്ലെങ്കിൽ ഒരു ജോലി. എങ്ങനെയാണ് SMA അതിനകത്ത് ഒരു പിവോട്ടൽ റോൾ പ്ലേ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഇപ്പോൾ പുതിയ കുട്ടികൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുവിധം ആൾക്കാർ അവിടെ നിന്ന് നോക്കുമ്പോൾ നോർക്ക റൂട്ട്സ് വഴി നോക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ പേര് കാനഡയിൽ വരുമ്പോൾ 2ാമത്തെ പേര് നമ്മുടെ സൂ മലയാളി അസോസിയേഷൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ അവർക്ക് ആ വഴിയും നമുക്ക് വീടുകൾ ഇപ്പോൾ 2-3 പേരും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗ്രൂപ്പിൽ അത് ഇടും. വീട് ആവശ്യമുണ്ട്, ഇത്ര പേർക്കുള്ള വീടുകൾ ആവശ്യമുണ്ട്, ബാച്ചിലേഴ്സ് ആണ്, ബാച്ചിലർ ഇതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇടും. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ഒക്കെ. അതായത് നമുക്കിപ്പം പല കുട്ടികൾ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ഒരു ജോലി ഒരു ഭയങ്കര പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പം ബീങ് എ സൂ മലയാളി അസോസിയേഷൻ ആയുള്ള ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് ഇതിനെ കൂടുതലും ഒരു പ്ലേസ്മെന്റ് കമ്മിറ്റി ഇത് നമുക്ക് കുറച്ചുകൂടി അത് വിവരിക്കാൻ പറ്റുന്നത്? അത് വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. കാര്യം നമ്മൾ കാനഡയിൽ വരുന്ന പല കുട്ടികൾക്കുള്ള പ്രശ്നമാണ് ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലിവിങ്, അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പം അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സൂ മലയാളി അസോസിയേഷൻ ആയിട്ട്. അപ്പം ആ ഗ്രൂപ്പിൽ നമ്മൾക്കറിയാവുന്ന എല്ലാ കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസും നമ്മൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കമ്മിറ്റിയിലുള്ള ആർക്കെങ്കിലും റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ കഴിയുന്ന രീതിയിൽ നമ്മളെല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ എന്തെങ്കിലും റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അതിനും നമ്മൾ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ഉണ്ട്, അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ സ്റ്റുഡൻസിനെ എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. സൂസൻ മേരിയിൽ ഒരു RNIP അല്ലെങ്കിൽ LIP ഇമിഗ്രേഷൻ പാർട്ട്ണർഷിപ്പ് നടക്കാറുണ്ട്. അപ്പോൾ സൂ മലയാളി അസോസിയേഷൻ എന്തെങ്കിലും സ്പോൺസർ ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ലെറ്റർ കൊടുക്കാറുണ്ടോ? നമ്മുടെ ഇപ്പം RNIP റൂറൽ നോർത്തേൺ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം സൂസമേരിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സിൽ ഒരു 12 പേർക്ക് നമ്മൾ സപ്പോർട്ടിംഗ് ലെറ്റർ കൊടുത്തു. അതായത് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ നമ്മൾ RNIPക്ക് നമ്മൾ കൊടുക്കുന്നു. കാരണം നമ്മൾക്ക് ഇവരൊക്കെ ആയിട്ട് നമുക്കൊരു പാർട്ണർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ RNIP ആയിട്ടാണെങ്കിലും ലോക്കൽ ഇമിഗ്രേഷൻ പാർട്ണർഷിപ്പ്, സിറ്റി ഓഫ് സൂസൻ മേരി, സൂ പോലീസ്, അതോടൊപ്പം തന്നെ അൽഗോമ യൂണിവേഴ്സിറ്റി, സൂ കോളേജ്, ഇവരൊക്കെ ആയിട്ട് നമ്മുടെ മലയാളി അസോസിയേഷൻ ഒരു പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ബേസിസിൽ നമ്മളൊരു സപ്പോർട്ടിംഗ് ലെറ്റർ നമ്മൾ 12 പേർക്കോളം നമ്മൾ കൊടുത്തു. ആ 12 പേർക്ക് കൊടുത്തതിൽ 10 പേർക്കും സൂസൻ മേരിയിൽ നിന്ന് റെക്കമെൻഡേഷൻ കിട്ടി. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. കാരണം 10 പേർക്ക് നമ്മൾ റെക്കമെൻഡേഷൻ ലെറ്റർ നമ്മൾ സപ്പോർട്ട് ലെറ്റർ കൊടുത്ത 10 പേർക്ക് RNIP റെക്കമെൻഡേഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം. അതെ. ഇനിയിപ്പോ ഓൺഗോയിങ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാ ഉള്ളത്? ഈ വരുന്ന മാസം ഓണല്ലേ. അപ്പോൾ നമ്മൾ ഈ മാസം 22-ാം തീയതി ഇവിടെ ഒരു മാർക്കോണി കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ട് നമ്മളൊരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ നടത്തുന്നുണ്ട്. അതിൽ ആരവം എന്നാണ് അതിൻ്റെ പേര്. ആരവം 2024 എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഒരു 200-250 പാക്സിനാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അത് നന്നാക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസ് വരുന്നുണ്ട്. നമ്മളെല്ലാ ഇവൻറ്റും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പരിപാടികളും നമ്മളിവിടെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. അതുപോലെ ക്രിസ്മസ് ചെയ്യാറുണ്ട്, ന്യൂ ഇയർ ചെയ്യാറുണ്ട്. പ്രായഭേദമൊന്നുമില്ലാണ്ട് അത് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ആർക്കെങ്കിലും നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടോ? തീർച്ചയായും ഇപ്പൊ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയ ആണ് എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത്.
നമുക്കൊരു ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഇതുവഴി നമുക്ക് എല്ലാവരെയും റീച്ച് ഔട്ട് ചെയ്യാം. അത് കൂടാണ്ട് നമ്മളെല്ലാ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ എല്ലാവരും പ്രസിഡന്റിൻ്റെ ആയാലും വൈസ് പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും എല്ലാവരുടെയും നമ്പർ നമുക്ക് പബ്ലിഷ് ആണ്. നമുക്ക് ഏത് നിമിഷവും ആർക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്താവശ്യത്തിന് വേണ്ടി നമുക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ സ്റ്റുഡൻസിന്റെ പോപ്പുലേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പം സ്പോർട്സ് ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം സ്പോർട്സ് കമ്മിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എൻഹാൻസ്മെന്റ്സ്? പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞു നമ്മൾ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സൂവിലുള്ളവരും പുറത്തുനിന്ന് 2 ടീമുണ്ടായിരുന്നു. അപ്പോൾ അത് 8 ടീമായിട്ട് ഇവിടെ നല്ലൊരു പ്ലാറ്റ്ഫോമായിരുന്നു. എല്ലാവർക്കും കളി കാഴ്ചവെക്കാനും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ കാണിക്കാനും ഉള്ളൊരു കുട്ടികൾക്ക് വേണ്ടി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാം നല്ലൊരു പ്ലാറ്റ്ഫോമായിരുന്നു. അത് വലിയ റീച്ച് ഔട്ട് ആയി. പിന്നെ ഇവിടെ നമ്മുടെ റോജേഴ്സ് ടി വി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സൂ ടുഡേയിൽ അവരെ ന്യൂസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഡെലിഗേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ കാണാനായിട്ടും അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായിട്ടും. വളരെ നല്ല സക്സസ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റി. ഇത് കൂടാണ്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ടൊരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഓണപരിപാടി കഴിയാതെ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മാസം നമ്മളത് മോസ്റ്റ്ലി അടുത്ത മാസം 10 നമ്മളത് നടത്തുന്നതായിരിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിനെപ്പറ്റി ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് വരാൻ പറ്റിയില്ല, പക്ഷേ ഇതിനെപ്പറ്റി നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഞാൻ കോളേജിലൊക്കെ പോയപ്പം വളരെ സ്റ്റുഡൻസ് ഒക്കെ വളരെ സന്തോഷമായിട്ടായിരുന്നു അതിനെപ്പറ്റിയുള്ളൊരു ഫീഡ്ബാക്ക് പറഞ്ഞത്. കൂടാണ്ട് നമ്മളിത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ കാനഡയിലെ വലിയ ഇവന്റ് ആണ് ഹാലോവിൻ്റെ. അതിന് നമ്മൾ കഴിഞ്ഞ വർഷവും നമ്മുടെ ഒരു ഫോട്ടോ കോൺടെസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വർഷവും നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മലയാളി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്താൽ മാത്രം മതി. കാരണം നമ്മൾ വളരെ ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം എന്തറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇതൊരു വലിയ സ്ഥലമൊന്നുമല്ല, ഇതൊരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എമർജൻസിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെയുണ്ട്. അപ്പം അത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. അത് ചിലപ്പം ഒരു ജോലിയുടെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ റെഫറൻസിന്റെ കാര്യത്തിലായിരിക്കാം, ചിലപ്പോൾ ചെറിയൊരു റൈഡ് ആയിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ഒരു സ്ഥലത്ത് പെട്ടെന്ന് പോകേണ്ടി വരും. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതെല്ലാം ഹെൽപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് മിക്സ്ചർ ഓഫ് യൂത്ത് ജനറേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി ഉണ്ട്. നിങ്ങൾക്ക് വല്ല ഫാമിലി ടൂറോ അല്ലെങ്കിൽ ഒരു പിക്നിക് ടൂർസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറയാനും മറന്നുപോയി. നമ്മളിപ്പോൾ 2 മാസമായി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് പേര് നമ്മളെല്ലാവരും കൂടി ഫാമിലീസും കൂടിയിട്ട് നമ്മളിവിടെ ഓൾഡ് വുമൺ ബേ എന്ന് പറഞ്ഞിട്ട് ഒരു 1 ഡേ ട്രിപ്പ് കാലത്ത് പോയിട്ട് ഭക്ഷണം ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കുറേശ്ശെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നു. എല്ലാവരും അവിടെ ചെന്ന് ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. ഒരു ഓൾഡ് വുമൺ ബേ എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചാണ്. എല്ലാവരും എൻജോയ് ചെയ്തു. ഇതിൽ വളരെയധികം അതെ, അതിലും ഒരു പ്രായം ഒന്നും കണ്ടില്ല. എല്ലാവരും നമ്മൾ അന്നത്തെ ദിവസം എൻജോയ് ചെയ്തു. പിന്നെ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാം യൂത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാരണം ഈ സൂസൻ മേരിയിലേക്ക് ഒത്തിരി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ട് ഒത്തിരി കാലം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാം പൊതുവെ എല്ലാം ചെറുപ്പക്കാരാണ്. അതോടൊപ്പം തന്നെ ഫാമിലി ആണെങ്കിലും യങ് ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കൊച്ചു പിള്ളേരുണ്ട് ഇവിടെ, ചെറിയ കുട്ടികളുണ്ട്, അവർ ധാരാളമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് കൂടി ഒന്ന് ഒരുമിക്കാനായിട്ട്, സ്റ്റുഡൻസിന് ഒരുമിക്കാനായിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അത് പിക്നിക്കിലൂടെ ആണെങ്കിലും ചില ഗെയിമുകളിലൂടെ ആണെങ്കിലും ചില ഇവന്റിൽ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം എല്ലാവരും നമ്മൾ കാണുക, എല്ലാവരും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്രവർത്തനം. നമുക്കിവിടെ ഒരു കൾച്ചറൽ കമ്മിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? അതെ, നമുക്കൊരു കൾച്ചറൽ കമ്മിറ്റി ഉണ്ട്. കൾച്ചറൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കുട്ടികളുടെയും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്മിറ്റി, അതായത് നമ്മൾക്ക് ആ കമ്മിറ്റിയിൽ കൂടി പരിപാടികൾ നടത്താനും പിന്നെ എല്ലാവരുടെയും കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നമ്മൾ അതിൽ കൂടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് കുട്ടികൾ ഇവിടെ വരുമ്പോൾ സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ് ഉണ്ട് ഓരോ കോളേജിലും. അവർ ത്രൂ നമ്മൾ ഈ കുട്ടികളുടെ പേരുകൾ മനസ്സിലാക്കുകയും അവരെ നമ്മൾ ഓരോ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാണ്. പിന്നെ പ്രത്യേകിച്ച് പ്രീ റിക്വസ്റ്റ്സ് ഒന്നുമില്ല, താല്പര്യമുള്ളവരെ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാംസ് പറഞ്ഞാൽ നമ്മളിപ്പം കഴിഞ്ഞ വർഷം തൊട്ട് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഓൾഡ് ഏജ് ഹോംസിലാണെങ്കിലും അല്ലാതെ ഇപ്പം ഓണത്തിനും അങ്ങനെയുള്ള ആനുവൽ സെലിബ്രേഷൻസ്, ക്രിസ്മസ് അങ്ങനെയുള്ള ആനുവൽ സെലിബ്രേഷൻസിനും ഒക്കെ നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെയുള്ള കഴിവുള്ള കുട്ടികളെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. അവർക്കൊരു പ്ലാറ്റ്ഫോം അതെ, അവർക്കൊരു പ്രോത്സാഹനവും ആവും, അതൊരു അവർക്ക് എക്സ്പോസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ വരുന്ന സൂസൻ ഏറ്റവും വലിയൊരു കൾച്ചറൽ ഇവന്റ് ആണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. അപ്പം വിവിഡ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതെ, വിവിഡ് ഫെസ്റ്റിവൽ ഇനിയിപ്പോൾ സൂസൻ മേരിയിലെ വലിയൊരു ഫെസ്റ്റിവലാണ്. അതിന് നമ്മളുടെ സൂമലയാളി അസോസിയേഷന് അതിനകത്ത് പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമായിട്ട് ഞങ്ങൾ എടുക്കുന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മാക്സിമം എല്ലാവരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളുടെ അതിനുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ അതുപോലെ വലിയ വലിയ ഫെസ്റ്റിവൽസിന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഇപ്പോൾ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി പറഞ്ഞല്ലോ, മെമ്പർഷിപ്പ് ഫീസ് ഒന്നും ഇല്ല, വളരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ മെമ്പർഷിപ്പിലേക്ക് കയറുന്നത്. അപ്പൊ ഇതിന്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഇതിലിപ്പോൾ ഓരോ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് വരാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാറ്. കാഴ്ചവെക്കാറ് നമ്മുടെ അസോസിയേഷനിൽ എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും അത്ര എല്ലാവരും ജോയിൻ ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇത് സ്പോൺസേഴ്സിനെ നമ്മൾ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഹാപ്പിയാണ്. അപ്പോൾ അവർ സ്പോൺസേഴ്സ് എല്ലാ പരിപാടിക്കും സ്പോൺസേഴ്സ് ആൾക്കാരുണ്ടാവും. പിന്നെ ഇവിടുത്തെ ലോക്കൽ എമിഗ്രേഷൻ്റെ ഇവിടുത്തെ സിറ്റി ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വക നമുക്ക് പരമാവധി കുറേ കിട്ടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന എല്ലാ ഫണ്ടും എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ഓഡിറ്റഡ് ആണ്. നമ്മളിത് കൃത്യമായിട്ട് എന്താ പറയുന്നത്, നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇതൊരു ലാഭം ഉണ്ടാക്കാന്നുള്ളതല്ല ഇതിന്റെ ഒരു ഉദ്ദേശം. അപ്പം നമുക്ക് സ്പോൺസർഷിപ്പ് ആയിട്ടും ഒക്കെ കിട്ടുന്ന പൈസ നമ്മൾ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി തന്നെ ചെലവഴിക്കുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ ടാക്സ് CRAയിലേക്ക് നമ്മൾ ഫയൽ ചെയ്യുന്നു. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇതെല്ലാം ഒരു ട്രാൻസ്പെറന്റ് ആണ്. നമ്മുടെ അസോസിയേഷൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പം അതുവഴിയാണ് എല്ലാ നമ്മുടെ ട്രാൻസാക്ഷൻസും നടക്കുന്നത്. അപ്പം അത് മെമ്പേഴ്സിന് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അത് ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും ആക്സസിബിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ അതിന്റെ കണക്കുകൾ കാര്യങ്ങളെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് വളരെ ഓഡിറ്റഡ് ആയിട്ടാണ് ഉള്ള സംഭവങ്ങൾ. ഓക്കെ, എന്തൊക്കെ നടന്നു, എന്ത് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എല്ലാം നമ്മളൊരു ഡൗൺ ദ ലൈൻ ഒരു 2 to 5 monthsന്റെ ഒരു പ്ലാൻ നമ്മൾ ഓൾറെഡി കേട്ടു. ഡൗൺ ദ ലൈൻ ഒരു 5 years എവിടെയാണ് SMA നമ്മൾ കാണാൻ പോകുന്നത്? സൂമലയാളി അസോസിയേഷൻ സൂസൻ മേരിയിൽ എങ്ങനെയാണ് നമ്മൾ കാണാൻ നോക്കിയിരിക്കുന്നത്? നമ്മുടെ സൂമലയാളി അസോസിയേഷൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് കാനഡയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും പ്രായം കൊണ്ട് ചെറിയ അസോസിയേഷൻ ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷം 1.5 വർഷമൊക്കെ ആണുള്ളൂ. പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു പബ്ലിസിറ്റി ഭയങ്കരമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെറിയ ഇവന്റ് ചെയ്താലും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ആളുകൾ നമ്മളെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ കൂടുതൽ ലോക്കൽ മീഡിയാസ് അവരൊക്കെ ആയിട്ട് നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് അവർ നമ്മളെ കവർ ചെയ്യും, അത് ആളുകളിലേക്ക് എത്തും. ഇവിടെയുള്ള ലോക്കൽ ഫേസ്ബുക്ക് പേജുകൾ അതല്ല ഗവൺമെന്റിന്റെ ഭാഗത്താണല്ലോ, അപ്പോൾ നമ്മൾ ഒത്തിരി പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി റീച്ച് ഉണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളിനി ഇപ്പം ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, നമ്മൾ ഒരു വലിയ കുറച്ചുകൂടെ ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു 270ഓളം മെമ്പേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട്. നമ്മളിനി വരുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നു, നമ്മൾ അവരെ ഒക്കെ എല്ലാവരും ഉൾപ്പെടുത്തി ഇതൊരു വലിയ അസോസിയേഷൻ ആയിട്ട് മാറണം. അതോടൊപ്പം തന്നെ മെമ്പേഴ്സിന്റെ എന്താ പറയുക, മെമ്പേഴ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതിപ്പോൾ ജിൻസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറച്ച് പേരേ ഉള്ളൂ, ഈ ചെറിയൊരു യൂണിറ്റിയാണ് ഇവിടെ. അപ്പോൾ ഇത്രയും അതിലും നമുക്ക് ഭയങ്കര റീച്ച് ഉണ്ട്. പുറത്തേക്കും നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും വഴിയെല്ലാം നമ്മൾ എല്ലാ കാര്യങ്ങളും പബ്ലിഷ് ചെയ്യണ കാരണം കൊണ്ട് നല്ലൊരു റീച്ച് ഔട്ട് ഉണ്ട്. ഈ 5 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ കൂടുള്ളൂ. അപ്പോൾ അത് മലയാളികളും വരും. അതേപോലെ തന്നെ നമ്മുടെ ഒരു അസോസിയേഷനും അതേപോലെ വലുതാവും എന്നുള്ള ധാരണയിൽ, നന്നാവണം എന്നുള്ള ധാരണയിലാണ് ഇപ്പം നിൽക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ഒരുപാട് അകലെയല്ല നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പം അല്ലേ നമുക്ക് കൃത്യമായിട്ട് ഇടപെടാനായിട്ട് പറ്റുന്ന രീതിയിലേക്ക് ഒരു അസോസിയേഷൻ മാറുക എന്നുള്ളതാണ്. കാരണം ചോദിക്കാനും പറയാനും അല്ലെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആരും ഇല്ല എന്ന് തോന്നുമ്പോൾ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും ആർക്കാണെങ്കിലും. അങ്ങനെ നമ്മൾ എന്ത് സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയാണ്. അതെ, ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രായഭേദമില്ലാത്തൊരു യൂണിറ്റിയാണ്. ഇവിടെ ചെറിയ കുട്ടികൾ മുതൽ വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ നമ്മുടെ അസോസിയേഷനിലുണ്ട്. പിന്നെ പറഞ്ഞാലേ നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ഇഷ്യൂ ഉണ്ടല്ലോ. ഇപ്പം ചിലപ്പോൾ ചില ഇമിഗ്രേഷൻ പോളിസികൾ മാറുന്നു, അതിലിപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ ആയിരിക്കും ചിലപ്പോൾ അവരെ ആയിരിക്കും ചിലപ്പോൾ അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, ഇപ്പോൾ സൊസൈറ്റിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പുറമെ ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ചിലപ്പോൾ എന്തും ആകാം. അപ്പോൾ അതൊക്കെ നമുക്ക് അത് ഉത്തരവാദിത്തപ്പെട്ടവരെ ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതൊരു ഐക്യത്തിൽ
ഒരു ഇപ്പൊ ഞാൻ 4 പേരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ഇന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഏതാടാന്ന് ചോദിക്കും. അപ്പം പക്ഷെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നത് എങ്ങനെയാണ്, നമ്മളൊരു അസോസിയേഷന്റെ പേരിലാണെങ്കിലും നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ്, നമ്മളൊരു അസോസിയേഷന്റെ ലെവലിലാണ്. ഒരു രജിസ്റ്റേർഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ സൂ മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം അതിൽ കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. നമ്മൾ വെറുതെ ചെല്ലുന്നതും അല്ലെ, നമ്മളൊരു അസോസിയേഷനായിട്ട് നമ്മൾ ചെല്ലുമ്പോഴും അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിലേക്ക് ആളുകളെ മാക്സിമം ജോയിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. അത് അവർക്കും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി സ്പോൺസേഴ്സിനെ പറ്റി കേട്ടു. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ലോക്കലി ആയിട്ട് നമുക്ക് എന്ത് സപ്പോർട്ടാണ് കിട്ടുന്നത്, എവിടെ നിന്നാണ് ഈ സപ്പോർട്ട് കിട്ടുന്നത്? ഞാൻ ഓൾറെഡി RNIP പറ്റി കേട്ടി. ഐ തിങ്ക് LIP ആണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ? കഴിഞ്ഞ വർഷം ഞാൻ സൂ പോലീസ് ടീമിനെ തന്നെ കണ്ടു നമ്മുടെ ഗ്രൂപ്പില്. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ശരിക്കും സൂസമ്പരി കമ്മ്യൂണിറ്റി നമുക്ക് ഒത്തിരി ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് സൂ പോലീസ് എന്ന് പറയുന്നത്, സൂസമ്പരി പോലീസ് സർവീസ്. അതോടൊപ്പം തന്നെ അൽഗോമ യൂണിവേഴ്സിറ്റി ലോക്കൽ ഇമിഗ്രേഷൻ പാർട്ണർഷിപ്പ്. ലോക്കൽ ഇമിഗ്രേഷൻ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ IRCCയുടെ തന്നെ അവരുടെ തന്നെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു ലോക്കലി ആയിട്ടുള്ള, അതായത് ലോക്കൽ പുതിയതായിട്ട് വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അവരുമായിട്ട് നമുക്ക് ഓൾറെഡി ഒരു ടൈപ്പ് ഉണ്ട്. അതൊക്കെ അവരുമായിട്ട് RNIPക്കും ടൈപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഇവരൊക്കെ ആയിട്ട് നമുക്കൊരു പാർട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ പറ്റുന്ന തരത്തിലുള്ള ഫണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതല്ലാതെ സൂ പോലീസ് ആണെങ്കിലും അൽഗോമ യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു സ്ഥലം തന്നായിരിക്കും ചിലപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ അതല്ലാതെയുള്ള പലതരത്തിലുള്ള സപ്പോർട്ടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ സൂസമ്പേരിൽ ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് മലയാളി അസോസിയേഷന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ അല്ലെങ്കിൽ നമ്മളൊരു ടീനേജേഴ്സ്, സ്റ്റുഡൻസ്, ഇവരെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളായുള്ള ജെൻസ്, പക്ഷെ നമ്മൾ ലേഡീസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് പ്രവർത്തനങ്ങളാണ് ഇൻ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്നത്? അത് തീർച്ചയായും സ്ത്രീകളെ ഉൾപ്പെടുത്താതെ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ സ്ത്രീകൾ ഇപ്പം നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണെങ്കിൽ പോലും എന്താ പറയുക, ഈക്വൽ ആയിട്ടാണ് എന്താ പറയുക, സ്ത്രീകളും പുരുഷന്മാരും ഒരേ ഇതിലാണ് ഉള്ളത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ. അതുപോലെ നമ്മുടെ സൂ മലയാളി അസോസിയേഷനിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ തിരക്കുള്ള ജീവിതം, അതിൻ്റെ കൂടെ പഠിത്തം, ജോലി, അങ്ങനെ ഒരുപാട് ടെൻഷൻസിലാണല്ലോ എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു എൻകറേജ്മെന്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു കൾച്ചറൽ കമ്മിറ്റിയും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്ത്രീകളെ ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എല്ലാം സ്ത്രീകളാണ് കൂടുതൽ വരുന്നത്. പിന്നെ അതല്ലാതെ ടൂർണമെന്റ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയുക, സ്പോർട്ട് ആക്ടിവിറ്റി എന്തെങ്കിലും ലേഡീസിനെ എന്താ പറയുക, അതൊരു എൻകറേജ്മെന്റ് ആവുമല്ലോ. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഒരുപാട് കൊടുക്കുന്നുമുണ്ട്. നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ ആരെയും മാറ്റി നിർത്തുന്ന പരിപാടി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൊച്ചു മുതല് നമ്മള് ഈ പറഞ്ഞ പോലെ ചെറിയ കുഞ്ഞു കുട്ടികളായിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, യങ് ജനറേഷൻ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം യങ്ങാണ്. പറഞ്ഞ പോലെ ഒരുപാട് പ്രായമുള്ള ആളുകളൊന്നും ഇല്ല. അപ്പൊ നമ്മളെല്ലാവരെയും നമ്മൾ അവർക്ക് എല്ലാവർക്കും പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളും അവരെയൊക്കെ ഒന്ന് കുറച്ചുകൂടെ സന്തോഷിപ്പിക്കാനും നമുക്കെല്ലാവർക്കും ഒന്ന് മിണ്ടിപ്പറയാനും അല്ലെ, എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും, അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ചിലപ്പം, നമ്മുടെയൊക്കെ മക്കൾക്ക് ചിലപ്പം ഭാഷ മലയാളം പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ അവരെ ഒന്ന് നമ്മുടെ കൾച്ചർ ചോർന്നു പോകാത്ത രീതിയിൽ ആ കൾച്ചറും കൂടെ നമ്മളൊന്ന് എന്താ പറയുന്ന നമ്മൾ അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളൊരു ഷൈനിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു കിഡ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കിഡ്സ് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാ കുട്ടികളും ഉണ്ടാവും, അവരുടെ പേരൻസും അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ഡാൻസോ വേറെ എന്തെങ്കിലും ഡ്രോയിങ്ങോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ഷെയർ ചെയ്തിട്ട് അവർ ഇവിടെയും പരസ്പരം, ഇപ്പോൾ ഈ തണുപ്പ് വരാൻ പോകണമെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ ഉള്ളിൽ തന്നെ അവർക്ക് ആ ഒരു ഗ്യാപ്പ് അടക്കം അവർക്ക് ഫില്ല് ചെയ്യാനുള്ള ഇതുങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പിള്ളേരെ ഒരു പരിപാടിക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ പേരൻസോട് വരും. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. നമ്മൾ സൂ മലയാളി അസോസിയേഷനെ പറ്റി കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താണ് ഇവരുടെ പ്രവർത്തികൾ, ഇവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇൻ ഫ്യൂച്ചറിൽ എന്താണ് അവരുടെ പ്ലാൻസ്, എന്താണ് ഇവരുടെ ഫോക്കസ്, സ്ട്രാറ്റജി, വിഷൻ, വാല്യൂസ് എല്ലാം നമ്മൾ അറിഞ്ഞു.
ഇനിയിപ്പോൾ ഓണം വരാൻ പോകുന്നു. അപ്പം എൻ്റെ സൈഡിൽ നിന്നും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നും എല്ലാ രീതിയിലുള്ള പ്രേക്ഷകർ ഹുവെവർ ഇസ് വാച്ചിങ് ഔട്ട് ഹൃദയപൂർവ്വം ഓണാശംസകളും. അതുപോലെ തന്നെ താങ്ക് യു ഫോർ ഓൾ യുവർ ടൈം ആൻഡ് പ്രഷ്യസ് ടൈം ദാറ്റ് യു ഹവ് ഗിവൻ അപ്പ് ആൻഡ് താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരവൻ 2024 ഓണാഘോഷ പരിപാടി സെപ്റ്റംബർ 22-ാം തീയതി നടക്കുകയാണ്. അപ്പൊ അതിലേക്കും എല്ലാവരെയും സ്വാഗതം സ്വാഗതം ചെയ്യുന്നു. ചെയ്യുന്നു. എല്ലാവരും വന്ന് ഈ പരിപാടി വൻ വിജയമാക്കി തരണം. അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ എല്ലാവിധ ഓണാശംസകൾ. ഓണാശംസകൾ.